മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിൻ്റെ താഴെ 500 കമൻസ് ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. സാക്ഷ്യം ആരുടെയാണെന്നറിയാമോ? ഒരു അപ്പനും മകനും 100% അന്ധര. അപ്പോൾ ഈ അപ്പനും മകനും ആൾക്കാരെ കയറിയിരിക്കണം. അപ്പോൾ അവർ പറയണ കാര്യം അവിടെ അന്ധത സുഖപ്പെടുത്തണമെന്നല്ല പറയണത്. അവർ പറയുന്ന കാര്യം രസമാണ്. അത് എഴുതിയിരിക്കുന്നത് മുഴുവനും ആ കമൻസുകളെല്ലാം പറഞ്ഞ മാതാവേ, ഇനി ഇവർ ആൾക്കാരെ വരുമ്പോൾ ഇവിടെ കണ്ണ് തുറന്ന് കൊടുക്കണേ എന്നാണ് ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരതല്ല പറയണത്. അവർ അപ്പനും മകനും 100% അന്ധരാണ്. അവർ ആൾക്കാരൊക്കെ നിൽക്കണം. അവർ പറയണത് അവരുടെ ഉടമ്പടി അനുഭവങ്ങളെക്കുറിച്ചാണ് പറയണത്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, മകന് അവന് 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അവർ അന്ധരാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവർ തോറ്റിട്ടില്ലെന്നല്ല, ജീവിതത്തിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഈ ജീവിതത്തിൻ്റെ വലിയ ഒരു പസ്സില് കൊട്ടത്തേങ്ങ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ്. എന്താ കാര്യം? സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ എങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണത്? അത് നോൺസെൻസ് അല്ലേ? നോൺസെൻസ് ആണെങ്കിലും അതിനൊരു സെൻസും ഇല്ലെങ്കിലും ആ മകനത് ആഗ്രഹിക്കുക. അപ്പോഴപ്പം പറയണത് നമുക്ക് അമ്മയോട് പറയാവുന്ന പറയണത്. അപ്പൻ അതിൻ്റെ അകത്ത് ഇതെങ്ങനെ സാധിക്കൂടാന്നൊന്നും അപ്പൻ നിരുത്സാഹപ്പെടുത്തണില്ല. വിശ്വാസിക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസി ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഉണ്ടാകുന്നൊരു ഗുണം എന്താണ്? പ്രത്യാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? വിശ്വാസിക്ക് വിശ്വാസം മൂത്ത് കഴിയുമ്പോഴാണ് പ്രത്യാശ വരണത്. വിശ്വാസത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈശോയുടെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ലേ? വിശ്വാസം മൂത്ത് ഈശോ പ്രത്യാശ പ്രഘോഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. ഒന്ന് പറഞ്ഞ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ. മർക്കോസ് 14:36. 14:36.
അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. വിഷയം അതായത് മുമ്പേ കാണുന്ന വിഷയങ്ങൾ എന്താണ്? കർത്താവ് പറഞ്ഞു, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമെന്നുള്ള ആ ദുർഘട നിമിഷങ്ങളിലും ദൈവത്തിന് അനന്ത സാധ്യതയെ പ്രഘോഷിക്കാനുള്ള സാധ്യതയാണ് വിശ്വാസം നൽകുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രത്യാശ വരുന്നത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും വിശ്വാസം സ്നേഹത്താൽ ഈ കടുക് എണ്ണയിൽ വറയിടുന്ന പോലെ വിശ്വാസം സ്നേഹത്താൽ മൂക്കും. അതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, ഗലാത്യ 5:6. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രത്യാശ. അപ്പം ഇവിടുത്തെ ഇപ്പം നമ്മൾ പെട്രോൾ കൊണ്ട് പ്രവർത്തനക്ഷമമായ കാറ്, ഏവിയേഷൻ ഓയിൽ കൊണ്ട് പ്രവർത്തനക്ഷമമായ എയ്റോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ സാങ്കേതിക ജ്ഞാനമാണിത്. നമ്മുടെ ഇതിലുള്ള വിശ്വാസം വരണത്, എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, ഉടമ്പടി ഒരു പരസ്പര ബന്ധമാണല്ലേ. അപ്പോൾ ഈ പരസ്പര ബന്ധത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറിലോട്ട് പോകുമ്പോൾ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷേ എങ്കിലും ഈ വിശ്വാസം എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഗിയറിന് അത് സ്നേഹത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ല ബുദ്ധിയിലല്ല. വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയണത്, അത് ആ ബിബ്ലിക്കൽ ഫെയ്ത്ത് വർക്കൗട്ട് ചെയ്യണത് സ്നേഹത്താലാണ്. ബിബ്ലിക്കൽ ഹോപ്പ് വർക്ക് ചെയ്യണതും സ്നേഹത്താലാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ്? വാട്ട് ഈസ് അവർ ബേസിക് ചലഞ്ച്? അടിസ്ഥാനപരമായി നമ്മുടെ മുമ്പിലുള്ള ഉണ്ടാകുന്ന വെല്ലുവിളി എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്. ആരെ സ്നേഹിക്കുക? ദൈവത്തെ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കളെ, ഏത് പച്ചപ്പാതയിലേക്ക് നിങ്ങളെ കണ്ണും പൂട്ടി പറയാൻ പറ്റണം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. കൈയടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ സത്യദൈവത്തിന് 1000 നന്ദി പറയുന്നു. കാരണം ഈ ആൾത്താരയിൽ ഒന്ന് വന്നു നിൽക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെയും അത് സാധിച്ചിരുന്നില്ല. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവകയിൽ നിന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോർജ്, മകള് സ്റ്റെഫി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 18/5/2023 അതിനു മുൻപായി തന്നെ മാർച്ച് മാസം 13 ഞാനിവിടെ വന്നിരുന്നു. അന്നേ ദിവസം സാധിച്ച ഒരു അത്ഭുതമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എൻ്റെ മകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു കാര്യമായിരുന്നു. അവൾ 2021 ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. 2 വർഷത്തോളം ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് അവർക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ശേഷം അവിടുത്തെ ടെസ്റ്റ് എഴുതി പാസ്സായാൽ മാത്രമേ വാഹനം ഓടിക്കാൻ സാധിക്കൂ എന്നൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ് എഴുതി പാസ്സായില്ല. 3ാം തവണ ടെസ്റ്റ് എഴുതാൻ നേരം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ലൂക്ക 18:27, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക, നിനക്ക് കിട്ടിക്കോളും.
ഞാൻ ഇന്നേ ദിവസം കൃപാസനത്തിൽ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് നേരുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു. ശേഷം മോൾ പറയുകയായിരുന്നു, അന്നേ ദിവസം ടെസ്റ്റിന് വന്നത് ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയായിരുന്നു. ആ ആൾ കുശലാന്വേഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയും അതുകൊണ്ട് തന്നെ ഭയം കൂടാതെ ആ ടെസ്റ്റ് പാസ്സാകാൻ എൻ്റെ മകൾക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളത്. ആ ഉടമ്പടിയിലെ നിയോഗമാണ് ഞാനിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്ന പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിച്ചു കൊള്ളുന്നു. രണ്ടാമതായിട്ട് എനിക്കുണ്ടായ രോഗസൗഖ്യങ്ങളാണ്. അതായത് വർഷങ്ങളായി, ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയും നടുമിന്നലും ഉണ്ടായിരുന്നു. നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അറിയാം, നമ്മുടെ അടുക്കള ജോലികളും മറ്റുമൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഈ നടുവേദനയും നടുമിന്നലും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സാധിക്കുകയില്ല. ഞാൻ പിറ്റേ ദിവസത്തെ പ്രാരംഭ ജോലികൾ, അതായത് രാവിലത്തെ ജോലികൾ ചെയ്യുന്നതിനായിട്ട് എൻ്റെ വീട്ടിലെ പാത്രങ്ങൾ, തട്ടിന് താഴെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം മുകളിൽ കയറ്റി വെച്ചിട്ടായിരുന്നു രാവിലെ എൻ്റെ ജോലികൾ തുടങ്ങിയിരുന്നത്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിവിടെ വരുന്നു, ഉടമ്പടി എടുത്തുകൊള്ളാം, എനിക്ക് ഒരു രോഗസൗഖ്യം നൽകി അത്യാവശ്യമായി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നൽകണമേ എന്ന്. ഞാൻ ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ കാണും, അവരൊരു ഇഞ്ചക്ഷനും ഗുളികയും തരും, അപ്പോഴത്തേക്ക് മാറും, വീണ്ടും ഇത് വരും. അത് ഒരു സ്ഥിരം ശല്യമായി എനിക്കിരിക്കുകയായിരുന്നു. ദൈവകൃപയാൽ ഇപ്പോഴെനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. എല്ലായിൽ നിന്നും ദൈവം എനിക്ക് മുക്തി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ 2019 മുതൽ എന്നെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു കാൽമുട്ടിലെ വേദനയും നീരും. അതിന് ഞാൻ അലോപ്പതി ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എനിക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല. ഉടമ്പടിയിൽ ഒരു വട്ടം ഞാനിത് സമർപ്പിച്ചു. അമ്മ മാതാവേ, മാതാവ് വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതുപോലെ ഒരത്ഭുതം എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ എല്ലാ ദിവസവും അമ്മയുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പോയിക്കൊള്ളാം. ആ പള്ളിയിൽ വരുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാനും ഇരിക്കാനും നിൽക്കാനും ആ പള്ളിയുടെ അതായത് പ്രാർത്ഥനാ സമയങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തരുവാൻ അമ്മ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിന് ഞാൻ നേർച്ച വസ്തുക്കളായിട്ട് ഉപയോഗിച്ചിരുന്നത് കൃപാസനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന തൈലവും ഉപ്പുമാണ് ഞാൻ ഉപയോഗിച്ചത് മെയിനായിട്ട്. പിന്നെ നേർച്ച വസ്തു തൈലം ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനാ സമയത്ത്, രാവിലെ നടത്തുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും വൈകുന്നേരമുള്ള ഉടമ്പടി പ്രാർത്ഥനയിലും ഞങ്ങളിത് തൊട്ട് കുരിശ് വരച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. കുളിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ എല്ലാ ദിവസവും ഒരു നുള്ള് ഉടമ്പടി ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുവഴിയാണ് എനിക്ക് പൂർണ്ണമായി ഇതിനുള്ള സൗഖ്യം ലഭിച്ചത്. കൂടാതെ എൻ്റെ കണങ്കാലിൻ്റെ ഭാഗത്തുമായിട്ട് ഒരു പ്രൊജക്ഷനും ഉണ്ടായിരുന്നു. ആ പ്രൊജക്ഷൻ ഇതുപോലെ എക്സ്റേ എടുത്തപ്പോൾ, മറ്റുള്ളതിനും എക്സ്റേ ഒക്കെ എടുത്തതാണ്, ഇപ്പോൾ തേയ്മാനവും വാദവുമാണെന്ന് അതിനൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇതും കാണിച്ചു കൊടുത്തപ്പോൾ, എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സർജറി വേണ്ടിവരും, എന്നാലേ ഇത് പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വേദന മാറുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉപ്പിട്ട് വെള്ളത്തിൽ കാല് വയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ പൊടികകൾ ഡോക്ടർമാരും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന ഉപ്പിട്ട് ആ വെള്ളത്തിൽ എൻ്റെ കാല് വയ്ക്കുകയും ദിവസവും വൈകുന്നേരവും രാവിലെ ഇതുപോലെയുള്ള നേർച്ച വസ്തുക്കൾ എൻ്റെ കാലിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ പ്രൊജക്ഷൻ നിശേഷം മാറി. അതുപോലെ പള്ളിയിൽ നിന്നാലും ഈ കാലിൻ്റെ വേദന കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ കാല് അനക്കിക്കൊണ്ടിരിക്കേണ്ടതായ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോഴത് പൂർണ്ണമായി ഒരു സൗഖ്യം കിട്ടിയിരിക്കുന്നു. പിന്നീട് ഇത് അമ്മ മാതാവ് വഴി തന്നെയാണ് ലഭിച്ചതെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അല്ല എങ്കിൽ ഇന്നും ഞാൻ ഇതെല്ലാം വഹിച്ചുകൊണ്ട് തന്നെ നടക്കേണ്ടി വരുമായിരുന്നു. പിന്നെയുള്ളത് എൻ്റെ ഭർത്താവിന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യമാണ്. അദ്ദേഹത്തിന് 2013-14 മുതൽ ഒരു സ്കിൻ അലർജി വന്നിട്ട് നമുക്ക് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു. സ്വന്തം വീട്ടുകാർക്ക് അറപ്പ് തോന്നിയില്ലെങ്കിൽ പോലും കാണുന്നവരെല്ലാം എപ്പോഴും ചോദിക്കാൻ തുടങ്ങി, ഇതെന്തു പറ്റി. അവസാനം പറഞ്ഞ് എൻ്റെ ഭർത്താവ് മടുത്തു.
അവസാനം പിന്നെ എവിടെയൊക്കെയോ പോയി, പല സ്ഥലങ്ങളിലും പോയി ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുകയും അവിടെ നിന്നെല്ലാം പലവിധ മരുന്നുകൾ നൽകുകയും ചെയ്തെങ്കിലും പൂർണ്ണമായ ഒരു സൗഖ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായൊരു സൗഖ്യം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ ഈ സാക്ഷ്യമൊന്നും പറയാനായിട്ട് വരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ വിദേശത്തേക്കൊരു മോളുടെ അടുത്തേക്ക് ഒരു യാത്ര പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനോ വേറെ മരുന്നിനോ ഒന്നും വശമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും എല്ലാ ദിവസവും തലയിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ അത് മാറി. അപ്പോഴാണ് ഞാൻ പ്രത്യേകമായിട്ട് നേർന്നത്, എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അതിനു മുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് മാത്രമേ നേർന്നിരുന്നുള്ളൂ, ഭർത്താവിനെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും കാലമായിട്ടും എനിക്ക് ഭർത്താവിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അവിചാരിതമായിട്ട് എൻ്റെ മകൾ വരികയും എനിക്ക് ഈ 2 സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുകയും ചെയ്തത് അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും 2 കെട്ട് പത്രം വാങ്ങി, അതിൽ കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിലും 2 കെട്ടാണ് ഞാൻ സ്ഥിരമായി ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിരുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ ആയിരുന്നു ഇത് കൊടുത്തിരുന്നിരുന്നത്. ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ വഴിയിലിറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലും സ്കൂൾ കുട്ടികൾക്കും അതുപോലുള്ളവർക്കും അപ്പോൾ പല സ്ഥലത്തേക്ക് ഈ പത്രം എത്തുമല്ലോ എന്ന് കരുതി എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കളായ കൃപാസനത്തിലെ കാശുരൂപവും അതുപോലെ തന്നെ ഉപ്പും തേനും പലർക്കും വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും നമുക്കൊരു 4 ആൾ കൂടുന്നിടത്ത് ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്കും കൃപാസനത്തിൻ്റെ മാതാവും അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. 1 വാക്കോ 2 വാക്കോ എങ്കിലും പറഞ്ഞിട്ടാണ് ആ ഒരു കൂടിച്ചേരലിൽ നിന്ന് ഞാൻ പിന്മാറാറുള്ളൂ. ചിലരൊക്കെ അതിനോടൊരു വിയോജിപ്പുമൊക്കെ ഉള്ളവരുണ്ട്, അത് നമുക്കറിയാമല്ലോ, അതങ്ങനെ തന്നെ കാണും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ മറ്റേ ജൂബിലി വർഷത്തോടനുബന്ധിച്ചുണ്ടായിരുന്നപ്പോൾ എല്ലാ ആഴ്ചയിലും മാക്സിമം പൊതിച്ചോറുകൾ കൊടുക്കുമായിരുന്നു. ശേഷം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. പിന്നെ അനാഥാലയങ്ങൾ, ഓൾഡ് ഏജ് ഹോം, അതുപോലെ മെൻ്റൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇവയൊക്കെ സന്ദർശിച്ച് അവിടേക്ക് ആവശ്യമുള്ളതായ സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ആത്മീയമായിട്ട് വളരുവാനായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നു. പണ്ടൊന്നും അങ്ങനെ പള്ളിയിലൊന്നും പോകുന്നില്ലായിരുന്നു, ശനി ഞായർ മാത്രം പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ. എങ്കിൽ ഇപ്പോൾ സമയമുണ്ടാക്കി എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ ശ്രമിക്കുന്നു. അച്ഛൻ്റെ യൂട്യൂബിലെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഡെയിലി ബ്രെഡ് കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ അമ്മ മാതാവിന് 1000 നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Praise be to God, and I thank Kribasana Mother for all the blessings she has given us. My name is Roxana, my husband Ilangu, my elder son Joel, and my younger son Noel. I am from Ooty. I work in a reputed school, and my son was doing his 12th when he had Hodgkin lymphoma. And it was on June 12th, 2024. He was admitted in the hospital, and I had to resign my job to take care of him. It was all of a sudden, and I had to resign my job. And he was admitted in Coimbatore, and my younger son, he has to be taken care. He was all alone there with my mother-in-law, and my husband had to go up and down from Ooty to Coimbatore to take care of me, my elder son, and to take care of my younger son. So we were all shattered. And during the month of September, no, it was during the month of August, one of my aunt who's residing in Kargutti, my maternal family is in Kerala only.
So she told me about Kribasanam, and she told me to take my Joel also to Kribasanam, and she told me to take the covenant. And on 4/9/2024, I took my first covenant. And on that same day, Father Joseph, he kept his hands on my elder son and he said, he is healed. And I felt so happy, and I took the covenant. And we took the PET scan, and by the grace of God and by the grace of Kripasana Mother, we got the result that he was fully healed. And another surprise, I got my job back in the same place. There was nobody to replace. We were continuously reciting the rosary. Exactly at 5:30, I used to sit for the Kripasana prayer. I was consoling my elder son that even if he's not going to write his board exams, it's not a problem. But Mother Mary started working in us. During the month of December, we went back to Ooty, and his principal sister said there was just 2 more months for him to write his board exams. But he joined his school, not by merit, but by grace. He wrote his board exams, and he scored his first class. He joined his college. He's doing his college now. And we were searching for a land for a long time. We spent so much for his treatment. But at this time, God gave us a land through the intercession of Mother Mary. Praise be to God. Praise be to Mother Mary. First, I thank Kripasana Mother for curing my disease, and she's the one who helped me to write my board exams. I used to have the dollar of Kripasana Mother in my hand and only write the exams. Only 2 months were left, and I prepared for my exams and wrote it well. Thank you. He used to have the Mother Mary's dollar. I used to give it in his hand. He used to hold it tight and he used to write his exams. Every food, whatever I prepare, I used to add Kripasana Mother's salt in that. And without reciting the rosary, we never go out in the morning. And I add the oil everywhere in front of my house, and I also put the cross on their foreheads, and then only we come out of the house. I distribute the newspapers, and I do the confession. Daily I go for Mass. We have a family prayer, because usually my husband comes late home, and we three will finish our family prayer, and we'll go to bed. My husband comes late and he'll just say a short prayer and he'll go off. But now, after taking the covenant, even if it is 10:30 at night, we sit for the family prayer, and then only we go to bed. That is a great blessing for us. Amen.